ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? വീട്ടിലുണ്ട്. അതാണ് ഞങ്ങൾക്ക് ആർക്കും കാണാൻ കിട്ടുന്നില്ല. ഞാൻ അവളോട് 100 തവണ പറഞ്ഞതാണ്, നീ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇനി അത് മൂവി റിലേറ്റഡ് കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് പറയാറുണ്ട്, ഇപ്പൊ ഞാൻ തന്നെ നമ്മള് സെൽഫ് ട്രോളിലൂടെ പറയാറുണ്ട്, എന്റെ മൂവീസിനെ പടക്കം എന്ന് പോലും പറയുന്നത് എനിക്ക് അത്ര പോലും പറയണ്ടാണ്. ദാറ്റ്സ് എ ജെന്യുവിൻ ഒപ്പീനിയൻ വിച്ച് ആസ് എൻ ആക്ടർ യു ആർ സെയിങ്. പക്ഷെ ഞങ്ങള് പ്രേക്ഷകർക്ക് എപ്പോഴും മനസ്സിലുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് തിരയിലെയും അതുപോലെ തന്നെ അടികപ്പേരെയും കൂട്ടമണി. ഏതൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയാലും അത് നമുക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഉണ്ട്. ഇതുപോലെ മനസ്സിൽ ഇപ്പോ ഒരു ക്യാരക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉണ്ടാവുക ചെയ്ത കഥാപാത്രങ്ങളിലൊക്കെ? അല്ല, അങ്ങനെ ഓർമ്മിക്കാൻ പറ്റുന്ന കഥാപാത്രങ്ങളൊന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എന്നാലും ഈ വർഷം 2 പടം ഓടി. പലപ്പോഴും അല്ലേ സംഭവിക്കുന്നത്, അപ്പൊ എടുത്ത് പറയണല്ലോ. പക്ഷെ ഉജ്ജ്വലൻ അത്യാവശ്യം നന്നായി ഓടി. പ്രിൻസ് ആൻഡ് ഫാമിലി അത്യാവശ്യം തിരക്കേടില്ലാതെ ഒരു ചുളുവിൽ. ഇനി ഓടാൻ പോകുന്ന ഒരു സിനിമയെ കുറിച്ച് പറയാം വേണമെങ്കിൽ, അതൊരു കോൺഫിഡൻസ് ഉണ്ട്. അതൊരു കോൺഫിഡൻസ് ഉണ്ട്. അത് ഈ വർഷം ഡിസംബർ 24-ന് ബബ്ബ ഉണ്ടാവും. അതോടുകൂടി ഈ വർഷം ഒരു വിജയത്തോടുകൂടി ഞാനും ലാലേട്ടനെ അവസാനിപ്പിക്കും. ആ ഒരു കോൺഫിഡൻസിൽ ഞങ്ങൾ എല്ലാവരും ഓൾ ദ ബെസ്റ്റ് പറയാണ്. ആൻഡ് ഇനി നമ്മളിപ്പോ ശാന്തി ചോദിക്കും. ഇപ്പൊ ഈ ചോദ്യം എനിക്ക് വേറൊരാൾ പറഞ്ഞു തന്നാണ് കേട്ടോ, എന്റെ തന്നെ ചോദ്യമല്ല, അതുകൊണ്ട് ചിലപ്പോൾ ചില തെറ്റുകളൊക്കെ ഉണ്ടാവും. എന്നാലും ഒന്ന് നോക്കിയിട്ട്. ഓക്കെ, ചോദ്യം എന്താണെന്ന് വെച്ചാൽ, മമ്മൂക്ക പറയലുണ്ടായിരുന്നു, ഞാൻ എന്നെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ധ്യാൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അഭിനയിക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഡയറക്ഷനിൽ വന്നു. അപ്പം ധ്യാൻ ചേട്ടന്റെ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ധ്യാൻ ചേട്ടനെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണോ, അതോ ഒപ്പം കുറെ നടന്മാരൊക്കെ അഭിനയിക്കുന്നുണ്ടല്ലോ ഡയറക്ഷനില്, അവരെ തേച്ച് മിനുക്കിക്കൊണ്ടിരിക്കുകയാണോ? അല്ല, എന്റെ കൂടെയുള്ളവരൊക്കെ വന്നവരൊക്കെ തേച്ച് മിനുക്കി, ഞാൻ മാത്രം അങ്ങോട്ട് മിനുങ്ങില്ല. മിനുങ്ങും ഇത്രയൊക്കെയാണ്. അതാണ്, അതും ഒരു തവണയല്ല, വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുകയാണ്. ആൾക്കാർക്കൊന്നും പരിപാടിയൊന്നുമില്ല ഇതുപോലെ, എനിക്ക് സ്ഥിരം പരിപാടിയുള്ളൂ. അതുപോലെ ഒരു ചോദ്യം ചോദിക്കട്ടെ, ധ്യാൻ ചേട്ടൻ വന്ന് നിന്ന് സംസാരിച്ചാൽ തന്നെ നമുക്കറിയാം എന്തോ ഒരു സാധനം വരുന്നുണ്ട്, അടുത്തെന്തോ വരുന്നുണ്ട് എന്നുള്ളൊരു നമുക്കുണ്ട്. തഗ്ഗാണോ എന്താണോ നമുക്കറിയില്ല, എന്തായാലും എല്ലാവർക്കും ചിരിക്കാനുള്ളത്. ഇത് ശരിക്കും കുറച്ചൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അതോ തന്നെ വരുന്നത് തന്നെയാണോ ഇത്? ഞാൻ നിങ്ങളെ ചോദിക്കുന്നതിനുള്ള മറുപടി അല്ലേ തരുന്നത്. ഞാൻ അങ്ങനെ ഇതൊരു ഇന്നും ഇപ്പൊ ഇവിടെ വരുമ്പോഴും അങ്ങനെ ഒരു തയ്യാറെടുപ്പോ അങ്ങനെ ഒന്നുമില്ല. കാരണം ഇത് നേരത്തെ പറഞ്ഞ പോലെ ലാൽ സാറിന്റെ ഒരു കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം, ആദ്യമായിട്ടാണ് എനിക്കൊന്ന് ആദ്യത്തെ ഓണം പരിപാടിയാണ് എൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു സന്തോഷവും എനിക്ക് തോന്നുന്നു. ലാൽ സാറിൻ്റെ അടുത്ത വർഷത്തെ ഈ ഷോ കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇയറിലൊരു വെംബ്ലിയിൽ UK വെച്ചൊരു ഷോ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുന്ന പരിപാടികളൊക്കെ പങ്കെടുക്കാൻ കഴിയുന്ന ഒരുപാട് സന്തോഷം. ചെറുപ്പം മുതലേ കണ്ട് വളർന്ന ആളല്ല. തീർച്ചയായിട്ടും. സോ ഇനി ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാൻ ഒരുപാടുണ്ട്, പക്ഷെ 2-3 ക്വസ്റ്റ്യൻസിലൂടെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ പറയുന്ന ഒരു 3 പേഴ്സണാലിറ്റീസിന്റെ പേര് പറയുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്, ഒരു നറേഷൻ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഫസ്റ്റ് വരുന്ന സെലിബ്രിറ്റി വിനീത് ശ്രീനിവാസൻ. നമുക്ക് ലാൽ സാറിനെ പറ്റി പറയാം. നമ്മളിവിടെ വന്നിരിക്കുന്നതൊക്കെ മോഹൻലാൽ തേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, വിനീത് ശ്രീനിവാസനെ കുറിച്ച് ഞാൻ എന്ത് പറയുന്നത്, ഞാൻ ജ്യേഷ്ഠനല്ലേ. ഞങ്ങൾ ഇപ്പോഴാ വീണ്ടും ഒന്ന് അടുത്ത് തുടങ്ങിയത്. ഇവിടെ നിന്ന് വല്ലതും പറഞ്ഞ് അത് കേട്ട് പുള്ളി വീണ്ടും വെറുതെ എന്തിനാ. രണ്ടാമത്തെ ചോദ്യം ശ്രീനിവാസനായിരിക്കും. അല്ല, രണ്ടാമത്തെ ചോദ്യം കുറച്ച് റേഞ്ച് വേറെ ആയിരുന്നു, നയൻതാരയായിരുന്നു. അയ്യോ, അല്ല എനിക്ക് ഭയങ്കര ആത്മബന്ധമുള്ള അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര സ്നേഹമുള്ള അടുപ്പമുള്ള ഞാനൊരു ചേച്ചിയെ പോലെയൊക്കെ കാണുന്ന ഒരു വ്യക്തിത്വമാണ്. കാരണം ആദ്യ സിനിമയിലെ നായിക, ആദ്യ സിനിമ എൻ്റെ 2-3 ആഗ്രഹങ്ങളായിരുന്നു. ഞാൻ ആദ്യമായി ഡെബ്യൂ ചെയ്തത് തിരയിൽ അഭിനയിക്കും ആദ്യ സിനിമയിലെ നായിക ശോഭനയായിരുന്നു. ഞാൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയിലെ നായിക നയൻതാരയായിരുന്നു. പിന്നീട് ഞാൻ ഉർവശി ചേച്ചി. അപ്പം ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക്, ഇന്ന നായികമാരോട് നമ്മൾ
നമ്മൾ മനസ്സിൽ കൊണ്ടു നടന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് എന്താ പറയുക, ഇഷ്ടപ്പെട്ടിരുന്ന നായികമാരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നായകന്മാരുടെ കൂടെ അങ്ങനെ തോന്നില്ല, പക്ഷേ പ്രത്യേകിച്ച് പക്ഷേ അപ്പം ആ രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യാൻ ആഗ്രഹിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ കണ്ട് ഇഷ്ടപ്പെട്ട ഒരാളാണ് പുള്ളിക്കാരി. അപ്പോൾ ഫസ്റ്റ് സിനിമയിൽ തന്നെ ഞാൻ കഥ പറയാൻ പോകുന്ന സമയത്ത് ഞാൻ പല സ്ഥലത്തായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കഥയൊന്നുമല്ല ഞാൻ ഷൂട്ട് ചെയ്തു. അപ്പം എന്നോട് ഇടക്കിടക്ക് ചോദിക്കും, നീ ഇതല്ലല്ലോ എന്നോട് പറഞ്ഞത്, ഇതേതാ കഥ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാൻ പറയല്ല അന്ന് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല, പക്ഷേ എനിക്ക് എപ്പോഴും വിളിക്കാൻ അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള, എപ്പോഴും വേണമെങ്കിലും സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള, ഞാൻ ഇപ്പോഴും അടുത്ത സിനിമകൾ, സിനിമ ചർച്ചകളുണ്ട്, അടുത്ത ചെയ്യാൻ ആഗ്രഹിക്കുന്ന 1-2 സിനിമയിൽ പുള്ളിക്കാരിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന, ഭാവിയിൽ 1-2 സിനിമകളുണ്ട്. അപ്പം അതൊക്കെ തന്നെയാണ് അത്. എന്നും നമുക്ക് ചില ആൾക്കാരൊക്കെ നമ്മൾ സിനിമ കഴിഞ്ഞതിന് ശേഷം ആ ബന്ധമൊന്നും നമ്മൾ പുലർത്താറില്ല, സിനിമ കഴിയുന്നതോടുകൂടി ആ ബന്ധം പോകും. പക്ഷേ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും കഴിഞ്ഞ മാസം വരെ ഞങ്ങൾ സംസാരിച്ചു, അടുത്ത് ചെയ്യുന്ന സിനിമയെക്കുറിച്ച് സംസാരിച്ചു, ഒക്കെ വിളിച്ച് സംസാരിക്കുന്ന ഒരാൾ. ഓക്കെ, സോ അത്രയായിരുന്നു ക്വസ്റ്റ്യൻസ്. അടുത്തൊരു ഫൈനൽ റിക്വസ്റ്റ് ആണ്, ക്വസ്റ്റ്യൻ അല്ല. അതായത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ആഗ്രഹമുണ്ട്, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ഓഹോ സാധനം ഒന്ന് കേൾക്കാൻ. അത് റിക്വസ്റ്റ്, അത് റിജക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റ്. ഒന്ന് കൈയടിച്ചു തരുമോ? നമ്മള് ഫോണിലും സ്ക്രീനിലും മാത്രമാണ് അത് കണ്ടേക്കുന്നത്. നമുക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും ഒന്ന് കേൾക്കാനായിട്ട്. അത് കേൾക്കാം. ഞാൻ മൂന്നാമത്തെ ചോദ്യം ലാലേട്ടൻ. അല്ല, ഇവിടെ വരുമ്പോ അതിനെക്കുറിച്ച് 2 വാക്ക് എൻ്റെ ഓർമ്മയില്, അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ ലാൽ സാർ, അല്ലെങ്കിൽ ഞാൻ ലാലങ്കിൾ എന്ന് വിളിക്കുന്ന, നിങ്ങളെന്ത് ലാലേട്ടൻ എന്ന് വിളിക്കുന്ന ആളെ കുറിച്ചൊരു 2 വാക്ക് പറയണം. കേൾക്കാൻ താല്പര്യമുണ്ടോ? ആദ്യമായി പരിപാടിയിൽ വിളിച്ചത് മോഹൻലാൽ കൾച്ചർ, കാരണം ഇങ്ങനത്തെ ഒരുപാട് അസോസിയേഷൻ ഉണ്ട് നാട്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ അപ്പൊ ഇവര് ഡയറക്റ്റ് അല്ല, നിങ്ങൾ കേരള അവിടുത്തെ അസോസിയേഷൻ അണ്ടറിൽ വരുന്നല്ലേ. അപ്പൊ ഇങ്ങനെ അസോസിയേഷനിൽ വരുന്ന സമയത്തിന് ഞാൻ എപ്പോഴും ആലോചിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇവർ ചെയ്യുന്ന പലരും, ഞാൻ വരുന്ന വഴിക്ക് ഞാൻ സംസാരിച്ചിരുന്നു എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. അപ്പോൾ അവർ ചെയ്തു വരുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച്, ഇവിടെ നടത്തി വരുന്ന മെഡിക്കൽ ക്യാമ്പ്, നാട്ടിൽ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, അപ്പോൾ ഇത്തരം സംഘടനകൾ, ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർ പിന്നണിയിൽ ചെയ്യുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ ചെയ്യുന്ന. അപ്പോൾ ഈ വരുന്ന ദിവസങ്ങൾ അദ്ദേഹം വരുമ്പോൾ ഇതൊക്കെ അറിയട്ടെ, അടുത്ത ഓണത്തിന് ഇതേപോലെ അദ്ദേഹത്തിന് ഈ സ്റ്റേജിൽ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ആദ്യം തന്നെ ഞാൻ ഏകദേശം, എനിക്ക് തോന്നുന്നു 90കളുടെ തുടക്കത്തിലാണ് ആദ്യമായിട്ട് അച്ഛനുമായിട്ട് നാടോടിക്കാറ്റ്, പഠനപ്രവേശം, അക്കരെ മിഥുനം, അങ്ങനെ സിനിമകളൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 90ന്റെ തുടക്കത്തിലാണ് കണ്ണൂരിലേക്ക്, എനിക്ക് തോന്നുന്നു പുള്ളി ബാംഗ്ലൂരിലേക്കോ മൈസൂരിലേക്കോ പോകുന്ന യാത്രക്കിടയിൽ രാവിലെ ഉറക്കം കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പുറത്തു വരുമ്പോൾ പുറത്തൊരു വലിയ ജനാവലി തന്നെ, ഒരു വലിയ കൂട്ടം ആൾക്കാർ. ഞാൻ വെച്ചു വല്ല ഭൂമി ഉലുക്കോ എന്തെങ്കിലും പറ്റിയെന്നാണെങ്കിൽ പുറത്ത് നോക്കുമ്പോൾ വീട്ടിൻ്റെ വരാന്തയിൽ, അല്ലെങ്കിൽ വീട്ടിൻ്റെ കയറി ഇരിക്കുന്ന മുറിയിൽ, ഹാളിൽ ലാൽ സാറിനെ ഞാൻ ആദ്യമായി കാണുന്ന ഓർമ്മ. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ 88ലാണ്, അപ്പം എനിക്ക് തോന്നുന്നു 92-93 കാലഘട്ടത്തിലാണ് എനിക്ക്. അപ്പോൾ അന്നൊക്കെ അച്ഛനോട് തന്നെ നമുക്ക് സംസാരിക്കാനൊരു പേടിയും ഭയമൊക്കെയാണ്. അപ്പം മോഹൻലാലിൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പോലും, പക്ഷേ ആദ്യമായി കണ്ട ഉടനെ തന്നെ പുള്ളി, എനിക്കിപ്പോഴും ചെറിയ ഓർമ്മയുള്ളൂ, പക്ഷേ എന്നാലും മോൻ എന്ത് ചെയ്യുന്നു, പഠിക്കുന്നു, ഇതൊക്കെ ചോദിക്കുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു, പോകുന്നു. അപ്പോഴൊന്നും നമുക്കറിയില്ല മോഹൻലാൽ എന്താണ്. അപ്പം തന്നെ നമുക്കറിയില്ല ശ്രീനിവാസൻ ആരാന്ന് പോലും. അച്ഛനാണ് വല്ലപ്പോഴും കാണുന്നത് കഴിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്താണ് മലയാള സിനിമയിൽ ജനങ്ങളുടെ ഇടയിൽ എത്രമാത്രം ഇഷ്ടമുള്ള ആളാണെന്നുള്ള ചിന്തയൊന്നും നമുക്കില്ല. പിന്നീട് ഉപരിപഠനത്തിന്, അല്ലെങ്കിൽ പിന്നീടുള്ള പഠനം മുഴുവൻ ചെന്നൈയിലായിരുന്നു. അങ്ങനെ ചെന്നൈയിലുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പല പരിപാടികൾ, ചെന്നൈയിൽ ഇവിടെ പ്രിവ്യൂ ഷോസ് ഒക്കെ നടക്കുന്ന പോലെ, അല്ലെങ്കിൽ കിറ്റി പാർട്ടികളിലും അങ്ങനെയൊക്കെ ലാലങ്കിളിനെ കണ്ടു തുടങ്ങി. അപ്പോൾ എന്ത് വിളിക്കണം എന്നറിയില്ല. അപ്പോൾ അങ്ങനെ അമ്മ പറഞ്ഞു, ലാലങ്കിൾ, അങ്കിളിനെ വിളിച്ചാൽ മതി. അങ്ങനെ ലാലങ്കിളിൽ നിന്ന് വിളിച്ചു തുടങ്ങുന്നു. അപ്പോഴും അടുത്ത് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അച്ഛൻ്റെ സുഹൃത്ത്, അച്ഛൻ്റെ കൊലീഗിനപ്പുറം മോഹൻലാൽ എന്താണ്, അല്ലെങ്കിൽ മോഹൻലാൽ എന്ന നടൻ ജനങ്ങളുടെ മനസ്സിൽ എന്താണെന്നുള്ളതൊന്നും, അതിനെക്കുറിച്ചൊന്നും ഒരറിവും, അല്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ചെന്നൈയിലെത്തിയപ്പോഴേക്കും എനിക്ക് തമിഴ് സിനിമയുടെ സ്വാധീനം വന്നപ്പോഴേക്കും ഞാൻ ഇടക്കാലത്ത് അജിത്തിൻ്റെ ഫാനാവുകയും വിജയുടെ ഫാനൊക്കെ ആയി തുടങ്ങിയപ്പോഴേക്കും എനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഞാൻ കുറച്ചൊന്ന് ഡിറ്റാച്ച്ഡ് ആയപ്പോഴേക്കും ഞാൻ അധികം മലയാള സിനിമ കാണുന്നില്ലായിരുന്നു. പിന്നീട് ഞാൻ വീണ്ടും ഒരു അടുത്ത ഉപരിപഠനത്തിന് തിരിച്ച് തിരുവനന്തപുരം ഒരു നഗരത്തിലേക്ക് വരുന്നു.
ഈ നഗരമായിട്ട് എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്. കാരണം ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന കുട്ടി തിരുവനന്തപുരംകാരിയാണ്. അങ്ങനെ അവിടെ ഭാര്യനെ അവിടെ നിന്ന് വെച്ചാണ് പരിചയപ്പെടുന്നതൊക്കെ. അപ്പോൾ അതോടൊപ്പം തന്നെ എൻ്റെ കൂടെ വന്ന കുറേ സുഹൃത്തുക്കൾ എല്ലാവരും ഇതേപോലെ തിരുവനന്തപുരത്തിനെ കുറിച്ച് പറയേണ്ട, മോഹൻലാൽ ഫാൻസാണ്. മോഹൻലാലിൻ്റെ കോട്ടയാണ് തിരുവനന്തപുരം. അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് ശ്രീകുമാർ ശ്രീവിശാഖ് എന്ന തിയേറ്റർ, ഈ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോകണം. എൻ്റെ ഓർമ്മയിൽ എനിക്ക് തോന്നുന്നു ഹലോ എന്ന് പറഞ്ഞ സിനിമയാണെന്ന് തോന്നുന്നു. ഞാൻ തിയേറ്ററിൽ വെച്ചിട്ട് കാണാൻ വേണ്ടി പോയപ്പോൾ അന്ന് ലാൽ സാറിന് ഒരു നാഷണൽ അവാർഡ് കിട്ടിയിരുന്നു ഒരു സിനിമയ്ക്ക്. ആ സിനിമ ഏതാണെന്ന് ഞാൻ പറയണില്ല. അപ്പം വലിയ ചർച്ച നടക്കുകയാണ്. ഈ ടിക്കറ്റിനെ എടുക്കാൻ വേണ്ടി വലിയ തിരക്കും ഇതൊക്കെ നടക്കുന്നതിനിടയിലും ഞങ്ങൾ കുറച്ച് മാറി നിന്ന് ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ, അപ്പോൾ കൗണ്ടറിൽ ഭയങ്കര തിരക്കും അടിയും പിടിയൊക്കെ നടക്കുന്നുണ്ട് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി. ഹലോന് ഫസ്റ്റ് ദിവസം ഷോ, ബ്ലാക്കിന് കുറച്ച് പേര് ടിക്കറ്റ് വിൽക്കുന്നു. ഇതിനിടയിൽ ഞാനും എൻ്റെ കൂട്ടുകാരനും ചർച്ച ചെയ്യുന്ന വിഷയം, ലാൽ സാറിന് ആ അവാർഡ് കൊടുക്കാൻ, അല്ല അത് വേറൊരാൾക്ക് കൊടുക്കായിരുന്നു, അല്ലെങ്കിൽ ഹിന്ദിയിലുള്ള മറ്റേ പടത്തിന് കൊടുക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വലിയ ചർച്ച നടക്കുന്നു. അപ്പോൾ എൻ്റെ ചർച്ചയിലുടനീളം ഞാൻ പറഞ്ഞിരുന്നത് മോഹൻലാലിന് പകരം വേറെ ആളും ഡിസേർവിങ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നപ്പോഴാണ് തൊട്ടപ്പുറത്തെ കൗണ്ടറിൻ്റെ അവിടെ, ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ ഭീകര അടി നടക്കുകയാണ്. ഒരുത്തനെ പിടിച്ച ആൾക്കാർ അടിക്കുന്നു, പിടിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ പോലീസ് വരുന്നു, ഇവനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു, അടിച്ച് അവൻ്റെ ചോരയൊക്കെ പൊട്ടി. പിന്നീട് ഞാൻ അടഞ്ഞത് അവൻ ഇതേപോലെ ഞാൻ പറഞ്ഞ കാര്യം എന്തോ പറഞ്ഞത് അവിടെ കൗണ്ടറിൽ നിന്നിട്ട്. അന്ന് ഞാൻ ആ സാധനം കുറച്ച് മാറി ആ കൗണ്ടറിൽ അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് എന്നെ ജീവനോടെ കാണാൻ പറ്റില്ല. അതാണ് മോഹൻലാൽ ഫാൻസിന്റെ തിരുവനന്തപുരത്തുള്ള ശക്തി. അപ്പോ അങ്ങനെ എനിക്ക് ഞാൻ എൻ്റെ കൂട്ടുകാരനോട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ നിന്നോട് പറഞ്ഞു, നീ ഈ പറഞ്ഞത് നീ മേലാൽ അവിടെയൊക്കെ ചെങ്കച്ചൂളിലൊക്കെ ഉള്ള പിള്ളേരാണ്, നീ അങ്ങോട്ടൊക്കെ പോയിട്ട് തിയേറ്ററിന് നടന്നാൽ ഇതുപോലെ വർത്താനം പറഞ്ഞ അടി പാർസൽ കിട്ടിയിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ലാലങ്കിളിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞതല്ലോ. അതുപോലെ ലാലങ്കിളോ? ഏത് ലാലങ്കിൾ? ലാലേട്ടൻ അല്ലെങ്കിൽ ലാൽ സാർ. അന്ന് തൊട്ട് ഇന്നേ വരെ ലാൽ സാർ അല്ലെങ്കിൽ ലാലേട്ടൻ എന്നുള്ള വിളിയേ ഉള്ളൂ. അതിനുശേഷം പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു, പഠനമൊക്കെ കഴിഞ്ഞ് അവസാനിപ്പിച്ച് ഒരു ജോലിയും കൂലിയില്ലാതെ നടക്കുന്ന സമയത്ത് ഞാൻ അച്ഛൻ്റെ കൂടെ ഇടക്കാലത്തൊക്കെ അച്ഛൻ പോകുന്ന പരിപാടികൾക്ക് അച്ഛൻ്റെ കൂടെ ഡ്രൈവറായിട്ട് പോയിരുന്ന ഒരു കാലമുണ്ട്. വെച്ചാൽ അച്ഛനെ ഇതത് സ്ഥലത്ത് കൊണ്ടുവിടുക, പ്രത്യേകിച്ച് ജോലിയില്ല, പഠനമില്ല, എല്ലാം പോയി. അങ്ങനെ ഇരിക്കുകയാണ്. ഡ്രൈവറായി അച്ഛൻ്റെ കൂടെ പോകുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, വൈകുന്നേരം ഒരു ചടങ്ങുണ്ട്, ആ ചടങ്ങിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് നീ വരണം എന്ന് പറഞ്ഞു. ഒന്നുമല്ല, കൂടെ വണ്ടി ഓടിച്ച് വരാനാണ് എന്ന് പറയുന്നു. ഞാൻ പോകുന്നു. അപ്പം പൊതുവെ ബാക്കിയുള്ള അച്ഛൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്കൊക്കെ തന്നെ അറിയാം, ഞാൻ പ്രത്യേകിച്ച് പഠനത്തിൽ ഇതായിട്ട് നിൽക്കുകയാണ്, എല്ലാം അറിയാം. അങ്ങനെ അവിടെ വന്ന് കണ്ടിരുന്ന അച്ഛൻ്റെ അടുത്ത പല സുഹൃത്തുക്കളുണ്ട്, സിനിമയിൽ തന്നെയുള്ള പല സുഹൃത്തുക്കളും ഒരു ഏഴാം കൂലിയെ കാണുന്ന പോലെ എന്നെ കണ്ടു. എന്നെ ഒരു പ്രത്യേകിച്ച് വിലയും പോലും ഒന്നും ഇല്ലാത്തൊരു നോട്ടവും കാര്യം എന്ത് ചെയ്യുന്നു, നോട്ടവും കാര്യങ്ങളൊക്കെ. ഒരാൾ മാത്രം ഇതേപോലെ ഞാനിവിടെ ഇരിക്കുന്നു, ആ സ്റ്റേജിൻ്റെ ഇപ്പുറത്ത് ലാൽ സാർ ഇരിക്കുന്ന ഒരാൾ മാത്രം ഈ പരിപാടി നടക്കുന്നതിനിടയിൽ എന്നെ കണ്ടിട്ട് ഒരാൾ പതിയെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ഒന്ന് വിഷ് ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇദ്ദേഹം എനിക്കിത്ര വില തരുന്നുണ്ടെങ്കിൽ എന്തിനാണ് എനിക്കിത്ര വില? അന്ന് തൊട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാര്യമുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ അപ്പുറം മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ എന്തുകൊണ്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല? അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടൻ മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞ നടനെ പോലെയോ അല്ലെങ്കിൽ മോഹൻലാൽ എന്ന് പറഞ്ഞ അഭിനേതാവിനെ പോലെയോ കലാകാരനെ പോലെയോ നമുക്കൊരിക്കലും ആവാൻ പറ്റില്ല. പക്ഷേ ഒന്ന് ശ്രമിച്ചാൽ മോഹൻലാലിനെ പോലൊരു മനുഷ്യനാവാൻ ചിലപ്പോൾ നമുക്കൊക്കെ സാധിച്ചേക്കാം എന്നൊക്കെയുള്ളൊരു ചിന്ത എനിക്ക് വന്നുകൊണ്ട്. കാരണം എൻ്റെ അച്ഛനെ ഉൾപ്പെടെയുള്ള പലരും ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്റർവ്യൂ തന്നെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ ഒരു കഥയിലൂടെ അദ്ദേഹത്തെ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ അച്ഛൻ പറഞ്ഞു ചെറിയ ചെറിയ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അതിനെ എതിർത്തുകൊണ്ട് വേറൊരു ഇന്റർവ്യൂവിൽ അതിനെ ഇത് ചെയ്തുകൊണ്ട് ഞാൻ അച്ഛനെ കൗണ്ടർ ചെയ്തുകൊണ്ട് ഒരു മറുപടി കൊടുക്കുന്നു. ഇതിനൊന്നും വർഷങ്ങളായി എത്രയെത്ര കുത്തുവാക്കുകൾ, എത്രയെത്ര. കഴിഞ്ഞ ദിവസം ലാൽ സാറ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡിന്റെ ചടങ്ങിന് വേണ്ടി വന്നപ്പോൾ, അതിന്റെ ആദരവായിട്ട് നടന്ന സർക്കാരിന്റെ ചടങ്ങിന് വേണ്ടി വന്നപ്പോൾ പറഞ്ഞൊരു കാര്യം, വാനോളം നമ്മൾ അദ്ദേഹത്തിനെ പുകഴ്ത്തിയിട്ടുണ്ട്, ഭൂമിയോളം താഴ്ത്തിയിട്ടുമുണ്ട്. പക്ഷേ ഇതിനൊന്നും അന്ന് വരെ ഇന്ന് വരെ അദ്ദേഹം ഒരു മറുപടി കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെയൊക്കെ വളരെ ലൈറ്റായിട്ട് കണ്ട് ഇത്തരം നെഗറ്റിവിറ്റിനെയൊക്കെ വളരെ പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട്. അപ്പോൾ എനിക്ക് എപ്പോഴും കൗതുകം തോന്നിയിട്ടുള്ള മോഹൻലാൽ എന്ന് പറഞ്ഞ മനുഷ്യൻ എങ്ങനെ ഇത്തരം നെഗറ്റിവിറ്റിനെയൊക്കെ മാറ്റി വെക്കുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ മാറി ഇതിനെയൊക്കെ ക്ഷമിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ അതിനുശേഷം ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ വെച്ച് അച്ഛൻ കുറെ വർഷങ്ങൾക്ക് ശേഷം ലാൽ സാറിനെ കണ്ടപ്പോൾ അച്ഛൻ
അദ്ദേഹത്തിനോട് പോയിട്ട് ഞാൻ പറഞ്ഞതിൽ ലാലിന് വിഷമം തോന്നില്ല, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറിയ ചിരിയോടുകൂടി ശ്രീനി അതൊക്കെ വിടടോ എന്ന് പറയാൻ മാത്രമുള്ള മനസ്സ് ലോകത്ത് ഇദ്ദേഹത്തിനല്ലാതെ വേറൊരാൾക്കും ഉണ്ടാവില്ല. അതൊക്കെ നമുക്ക് അത്ഭുതമാണ്. അപ്പം ഞാൻ എപ്പോഴും കാണുന്ന മോഹൻലാലിൻ്റെ ഇതുപോലെ ഇവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. പക്ഷെ മോഹൻലാലിൻ്റെ വേറെ കുറേ ഫാൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മോഹൻലാലിൻ്റെ കണ്ടങ്ങാട് യൂണിറ്റ് മംഗമാണെന്ന് പറഞ്ഞിങ്ങനെ വന്ന് നിൽക്കും. അപ്പം നമ്മൾ ചോദിക്കും, മോഹൻലാലിന് ഇത്രയും അഹങ്കാരമില്ലല്ലോ കൂട്ടുകാരാ, നിങ്ങൾ എന്തിനാണ് ഇത്രയും അഹങ്കരിക്കുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട പല വിഷയങ്ങളാണ് ഈ പറയുന്ന. ഇത്ര വലിയ വലിയ ആൾക്കാരാകുമ്പോൾ അതുപോലെ ഞാൻ കണ്ടിട്ടുള്ള വേറൊരാളാണ് ആ കുടുംബത്തിലെ ഒന്ന് പ്രണവിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാവരും ഒരു ലൈക്ക് ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദസ് എ വുമൺ എന്ന് പറഞ്ഞ പോലെ എൻ്റെ സുചിത്രാക്ക, ഞങ്ങളുടെ എൻ്റെ സുചിത്ര ആൻറ്റി ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കണം, അക്ക നിങ്ങൾ മോഹൻലാലിൻ്റെ ഭാര്യയാണ്, നിങ്ങൾ മോഹൻലാലിൻ്റെ ഭാര്യയാണെന്ന് ഓർമ്മിപ്പിച്ചാലും ലെവലേഷൻ ഇത്രയും ഗ്രൗണ്ടഡായി നിൽക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഈ അവസരത്തിൽ അക്കേനെ കുറിച്ചും ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ വേദി പൂർണ്ണമല്ല. അപ്പോൾ അക്ക വി ലവ് യു വെറെവർ യു ആർ. അപ്പോൾ അങ്ങനെ വീണ്ടും ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം ഇങ്ങനൊരു പരിപാടിയുടെ ഭാഗമായിട്ട്. കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ആലോചിക്കുന്നതും എൻ്റെ ഊണിലും ഉറക്കത്തിലും അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാ ന്യൂ ഇയറിനും ഒരു പേപ്പറും പേന എടുത്തു വെച്ച് എൻ്റെ ആദ്യത്തെ സീൻ നമ്പർ 1 എന്ന് എഴുതി സ്റ്റാറിങ് മോഹൻലാൽ, ശ്രീനിവാസൻ. കഴിഞ്ഞ 6 വർഷമായി എല്ലാ വർഷവും തുടക്കത്തിൽ ഓരോ സീൻ എഴുതി പോകുന്നുണ്ട്. എന്നെങ്കിലും ആ സിനിമ സംഭവിക്കും. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടെങ്കിൽ ഒരാഗ്രഹമാണ്. ഇതേപോലൊരു വേദിയിൽ വീണ്ടും അവർ രണ്ടുപേരെയും കൊണ്ടു നിർത്തി നമുക്ക് ഇതേപോലെ വീണ്ടും വലിയ രീതിയിൽ അവരെ ആഘോഷിക്കാം. ഒരുപാട് സന്തോഷം. താങ്ക് യു ഖത്തർ. താങ്ക് യു സോ മച്ച്. സോ നമ്മളിതൊരു ആസ് ഓൾവേസ് ഇതാണ് ഒരു തഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസർ പ്രതീക്ഷിക്കുന്ന. ഞങ്ങളെയൊക്കെ ഒരു ഇമോഷണലി അതിന് കുറെ ഇൻഫർമേഷൻസ് ഇപ്പൊ കിട്ടി, ഇന്റലക്ച്വൽ ആക്കി. ദാറ്റ്സ് വാട്ട് വി ആർ സേയിങ്. ഞാൻ ശ്രീനിവാസൻ ഈസ് എ യുണീക് പേഴ്സണാലിറ്റി എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ്. പറഞ്ഞത് എല്ലാ വർഷവും പേനയും പേപ്പറും എടുത്തു വെച്ച് എഴുതാണ്. എത്ര വേഗം തന്നെ സാധിക്കട്ടെ, എത്ര വേഗം. എല്ലാ കൊല്ലം ഇതുപോലെ മാത്രം എഴുതിക്കൊണ്ട് പോകാനാ. ഓക്കെ അല്ല, ഇനി ഒരു പ്രോബ്ലം കൂടി. കിട്ടുന്നത് കിട്ടിയല്ലോ എന്നല്ലേ അതെ, ചോദിച്ചത്. സോങ് നമ്മള് 2 ലൈൻ പാടാനുള്ള റിക്വസ്റ്റ്. അതെ, ഓക്കെ. ഫീമെയിൽ വോക്കലൊക്കെ ആരെങ്കിലും പാടണം. ഫീമെയിൽ വോക്കല് സ്റ്റാർട്ടിങ്ങില് പാടാനായിട്ട് ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്യോ? വിഷ്ണുപ്രിയ. ഓക്കെ, ഗോൾഡൻ മൊമെന്റ്. വിഷ്ണുപ്രിയ വരുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് ചോദിച്ചോട്ടെ. ഞങ്ങളിപ്പോ നേരത്തെ കുറച്ച് നേരെ ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ആങ്കേഴ്സ് ആയിട്ട് വിഷ്ണുപ്രിയ അല്ല, ഇത് പെട്ടെന്ന് പറഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആങ്കറിങ് ഒക്കെ? അയ്യോ, നന്നാക്കാം. അല്ല, ഇത് മതി. ഇതിലും ഞങ്ങൾക്ക് വളരാനുള്ള ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായി. ഏതോ ഒരു പാട്ട് അവൻ പറയാം. ഞങ്ങളൊരു പ്രൗഡ് സിംഗറാണ്. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഞാൻ കോളേജ് ഇതേപോലെ ഒരു വേദിയിൽ ഞാൻ 2